ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ ക്യാഷ് ബുക്ക് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബുക്ക് ഒരു സബ്സിഡിയറി ബുക്കാണ്. ക്യാഷ് ബുക്ക് ഒരു ബിസിനസ്സിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ, ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. അതുപോലെ സിമ്പിൾ ക്യാഷ് ബുക്ക് ആണെങ്കിൽ അതിൽ ബാങ്ക് ട്രാൻസാക്ഷനും കൂടി റെക്കോർഡ് ചെയ്യും. അപ്പം ക്യാഷ് ബുക്ക് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും ഫസ്റ്റ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ബുക്സ് ഓഫ് ക്രൈം എൻട്രി അല്ലെങ്കിൽ ജേണലായിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ ലെഡ്ജറായിട്ടും ട്രീറ്റ് ചെയ്യും. കാരണം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വീണ്ടും ഒരു ക്യാഷ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ തന്നെ നമുക്ക് ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാഷ് ബുക്ക് പൊതുവെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഒന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്യാഷ് ബുക്ക് ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു സിമ്പിൾ ക്യാഷ് ബുക്ക് മാത്രം എങ്ങനെയാണെന്നാണ് പറയുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്കൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ക്യാഷ് ബുക്കാണ്. സിമ്പിൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷനും ബാങ്ക് ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തരുന്നതിന് മുന്നേ ഇതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഇത് റിസീപ്റ്റ് സൈഡ്, ഇത് പേയ്മെൻറ്റ് സൈഡ്. അപ്പോൾ ഒരു പേജിനെ രണ്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡേറ്റ് കോളം, പാർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ LF, എമൗണ്ട് കോളം. അതുപോലെ റൈറ്റ് സൈഡിൽ ഡേറ്റ് കോളം, പാർട്ടിക്കുലേഴ്സ് കോളം, LF, എമൗണ്ട്. ഇവിടെ ഡെബിറ്റ് കാണിക്കാനുണ്ട്. DR എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡ് കാണിക്കുക. ഇവിടെ CR എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡും കാണിക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാഷ് ബുക്ക് ഹെഡിങ് കൊടുത്തിരിക്കണം. ഫസ്റ്റ് 2021 ജാനുവരി 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് ആരംഭിച്ചു. എത്ര പൈസക്ക്? 1 lakh rupeesന്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ആയാൽ ക്യാഷ് അതിൽ വന്നിട്ടുണ്ട് ജേണൽ എൻട്രിയിൽ. അതർ എൻട്രിയിലാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാപിറ്റലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രിയിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നായതുകൊണ്ട് ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ്, ഇവിടെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ കാണിക്കണം. ഡേറ്റ് ഇടണം. എമൗണ്ട് 1 lakh. ഡേറ്റ് 2021 ജാനുവരി 1. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഓപ്പൺ ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ജേണൽ എൻട്രി അതിൽ 50,000 ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്താൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ആ ജേണൽ എൻട്രിയിലും ക്യാഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇപ്പം ബാങ്ക് ആയിരിക്കും പോസ്റ്റ് ചെയ്യേണ്ടത്. ബാങ്ക് ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആയതുകൊണ്ട് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ. Amount of 50,000. Next, purchased goods for cash. Date 4. Goods വാങ്ങി. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അതിലും ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് പർച്ചേസ് പോസ്റ്റ് ചെയ്യണം. പർച്ചേസ് ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആയതുകൊണ്ട് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ. പർച്ചേസ് അക്കൗണ്ട് എമൗണ്ട് 20,000. ദെൻ സോൾഡ് ഗുഡ്സ് ടു രാം. ജേണൽ എൻട്രി രാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ്. കാരണം ഇവിടെ ക്യാഷിനാണെന്ന് പറഞ്ഞില്ല, ഒരു ആളുടെ പേര് മാത്രമാണ് പാട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും, ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കില്ല. ജേണൽ എൻട്രി രാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ്. ആ ജേണൽ എൻട്രിയിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ നെക്സ്റ്റ് റിസീവ്ഡ് ഫ്രം രാം. രാമിൻ്റെ അടുത്ത് എത്ര കിട്ടി? 3,000 rupees കിട്ടി. ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാം. അപ്പോൾ അതിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യണം. രാമാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. രാം ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇവിടെ ലെഡ്ജറിൽ ഡെബിറ്റ്. ദെൻ പെയ്ഡ് റെൻറ്റ് എക്സ്പെൻസ് ആണ്. എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രി റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ അവിടെ ക്യാഷ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് റെൻറ്റ് പോസ്റ്റ് ചെയ്യണം. റെൻറ്റ് ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റെൻറ്റ് 4,000. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സെയിൽസ് നടന്നു. അപ്പോൾ സോൾഡ് ഗുഡ്സ് ആകുമ്പോൾ സെയിൽസ് ആണ് വരിക. ജേണൽ എൻട്രി ക്യാഷ്. സാധനം വിറ്റാൽ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ അതും പോസ്റ്റ് ചെയ്യണം. സെയിൽസ് ആണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രിയിൽ സെയിൽസ് ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഡെബിറ്റ് സൈഡിൽ
amount 10,000. Next, withdrew cash from bank 7,000. Bank ഒന്ന് ക്യാഷ് പിൻവലിച്ചു. പേഴ്സണൽ യൂസിന് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. പേഴ്സണൽ യൂസിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡ്രോയിങ്സ് വരുള്ളൂ. ഇവിടെ പേഴ്സണൽ യൂസിനല്ല, ബിസിനസ് പർപ്പസിനായിരിക്കും. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് വരിക. ക്യാഷ് അതിലുണ്ട്, അതുകൊണ്ട് ബാങ്ക് പോസ്റ്റ് ചെയ്യുക ടു ബാങ്ക്. ഡേറ്റ് 15th 7,000. Purchased furniture in cash from a trader. ഫർണിച്ചർ വാങ്ങി ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത് 15,000. അപ്പം ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതല്ല, ബിസിനസ് യൂസിന് വേണ്ടി വാങ്ങുന്നതാണ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് ജേണൽ എൻട്രി വരിക. ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ ആണ്, ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. അതാ വ്യത്യാസം. ഗുഡ്സ് വാങ്ങിയാൽ പർച്ചേസ് ഓഫ് യൂസ് ജേണൽ എൻട്രി എഴുതേണ്ടത്, ഫർണിച്ചർ വാങ്ങിയാൽ ഫർണിച്ചർ ആണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. ജേണൽ എൻട്രി പോസ്റ്റിംഗ് by furniture. Amount 15,000. Then paid salaries to staff. Salary expense ആണ്, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ഉള്ളത് കൊണ്ട് സാലറിയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. സാലറി ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആയതുകൊണ്ട് ഇതിൽ ക്രെഡിറ്റ് ചെയ്യാം. amount 5,000. ഇത്രയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എല്ലാ പോസ്റ്റിങ്ങും കംപ്ലീറ്റ്. ഇത് വേണ്ട, ഇതിൽ ക്യാഷ് വരാത്തത് കൊണ്ടാണ് ഇത് വേണ്ടാഞ്ഞത്. ഇതിൻ്റെ ജേണൽ എൻട്രി രാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ്, അതിൽ ക്യാഷ് ഇല്ല ജേണൽ എൻട്രി, അതുകൊണ്ട് വേണ്ട. ഇനി നമ്മൾ ഈ ക്യാഷ് ബുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടത്, ക്യാഷ് ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം ലൈന് വരച്ച് ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏത് സൈഡാണോ നമ്മൾ, രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യണം. നമുക്ക് ഏകദേശം നമുക്ക് ഏത് സൈഡാണ് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സൈഡാണ് കൂടുതൽ വരുന്നത്. ഇവിടെ 1 lakh ഉണ്ട്, 10,000, 1,20,000. 1,20,000 ആണ് ഇത് ആഡ് ചെയ്താൽ കിട്ടുക. അപ്പോൾ ഒരു ലെഡ്ജർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാമെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 1,20,000 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 70, 85, 90, 94,000 ഇവിടെ വരുന്നത്. അപ്പം ഇവിടെയാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ എത്ര എമൗണ്ടാണ് ഉള്ളത് ആ എമൗണ്ട് തന്നെയായിരിക്കണം അടുത്ത സൈഡിലും വരേണ്ടത്. അപ്പോൾ ഇവിടെ 1,20,000 തന്നെ വേണം. അപ്പോൾ ഇവിടെ ഉണ്ടായത് 94,000 ആണ്. ആ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 16,000. 26,000. അപ്പോൾ 26,000 ആണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. ആ ഡിഫറൻസ് ഇവിടെ ഇട്ട് കൊടുക്കണം. ഡിഫറൻസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നിരക്ക് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കേണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട്, അതായത് ജാനുവരി മാസത്തിൽ ബിസിനസ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്യാഷ് ബാലൻസ് എത്രയാണ്? 26,000. ഇത് മന്തിൻ്റെ ലാസ്റ്റ് ആയതുകൊണ്ട് ഇതേ ഡേറ്റിൽ തന്നെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇതേ ഡേറ്റ് തന്നെയാണ് ബാലൻസ് ക്യാരി ഡൗൺ ഉള്ളത്. ഇനി ഈ ബാലൻസ് നെക്സ്റ്റ് മന്ത് ഈ ബാലൻസ് വെച്ചിട്ടാണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേറ്റ്, ഇതിപ്പോൾ ജാനുവരി ആണ്, ഫെബ്രുവരി 1 ഈ ടോട്ടൽ ചെയ്തതിൻ്റെ താഴെ അടുത്ത ലൈനിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ നോക്കി ഈ എമൗണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. 26,000. അപ്പോൾ ഇതാണ് ക്യാഷ് ബുക്ക് പ്രിപ്പറേഷൻ. ഇത് സിമ്പിൾ കോളം ക്യാഷ് ബുക്കാണ്. ഇതിൽ ക്യാഷ് ട്രാൻസാക്ഷന് ബാങ്ക് ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ക്യാഷ് വരുന്ന ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ചെയ്യുക, ഡിഫറൻസ് ബാലൻസ് ആയിട്ട് ഇടുക, ആ ബാലൻസ് നെക്സ്റ്റ് ഡേറ്റിൽ ബ്രോട്ട് ഡൗൺ ചെയ്യാം. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.